ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി എഴുതി അറിയിക്കുക. അങ്ങനെ ജിന്നിൻ്റെ മാലാഖ പെണ്ണ് കഥ തുടരുന്നു. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ അനിയത്തിക്കുട്ടി ചോദിച്ചു, എന്താ ഇത്താത്ത ഇങ്ങനെ കരയുന്നത്? എനിക്ക് ഇത്താത്തൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് വിഷമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അനിയത്തിക്കുട്ടീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്ത് ചെയ്യാനാ, നമ്മുടെ വിധി ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ. പക്ഷേ ഇവൾക്ക് സങ്കടം വന്നത് ഇവളുടെ ഉള്ളിൽ ഇവനോടുള്ള ഇഷ്ടം ഒരുപാട് ഉണ്ട്. പക്ഷേ അവനക്ക് അതേപോലെ തിരിച്ചുമുണ്ടോ എന്ന് ഇവൾക്ക് അറിയില്ലല്ലോ. പക്ഷേ റസിയാൻ്റെ ഉമ്മയ്ക്കും റസിയാക്കും ജിന്നനും ഒക്കെ ഒത്തിരി ഇഷ്ടാട്ടോ ഇവരെ. എന്തിനു പറയുന്നു, ഇവൾക്ക് മാത്രമാണ് ഇതൊന്നും അറിയാത്ത. ഉമ്മ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഇവളുടെ ചിന്ത ഇങ്ങനെയാട്ടോ. എന്തിനു പറയണം, ഒന്നും പറയണ്ട. പക്ഷെ പെണ്ണ് ആകെ ധർമ്മസങ്കടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഓഫീസിൽ വെച്ച് ഗേൾ ഫ്രണ്ട്സിനും കണ്ടിട്ടുണ്ടല്ലോ. ഇനി അവളെങ്ങാനും ആവോ ഇവന്റെ ലവർ എന്നൊക്കെ ആലോചിച്ചിട്ട് മൊത്തത്തിൽ പെണ്ണ് കൺഫ്യൂഷനും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് ആണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തു. അങ്ങനെ ഉച്ചയായപ്പോൾ ഉച്ചവരെ പോകണം, വർക്കിന് പോകണം എന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മ, ഞാൻ ജ്വല്ലറിയിലോട്ട് പോയിട്ട് വരാം ഉമ്മ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാർ ഓഫീസിൽ വരാം എന്നൊക്കെ. പിന്നെ കൂടുതൽ ഇവൻ ചോദിക്കാനോ ഒന്നും നിന്നില്ല. കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് ചോദിച്ചിട്ട്. അവൾക്ക് സ്വന്തമായിട്ട് എപ്പോഴാണ് പറയാൻ തോന്നുക അപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയടാ എന്നൊക്കെ അവൾ ഉമ്മാനോട് ഉമ്മ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് അവൻ കൂടുതൽ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. അവൻ മനസ്സിൽ ഓർത്തു അതൊക്കെ. അപ്പോൾ ഇനി എന്തിന് വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട, പെണ്ണ് കുറച്ച് പേടി മാറട്ടെ, എന്നിട്ട് പെണ്ണിനോട് സംസാരിക്കാം. ഇപ്പോൾ പെണ്ണിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഭയമാണ് എന്നോടുള്ള. അവളുടെ ഉള്ളിൽ എന്നോട് പ്രണയമുണ്ടോ എന്നറിയാൻ എന്താ ഞാനിപ്പോൾ ചെയ്യുക എന്നൊക്കെ അവൻ ആലോചിക്കാൻ തുടങ്ങി. ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാം. എന്തായാലും അവളെ ആക്ടിങ്ങിലൂടെ അവളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവൾക്ക് ദേഷ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ. നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ എന്നെ കൊണ്ടുവരണം. ആരെ തിരഞ്ഞെടുക്കുക ആക്ട് ചെയ്യാൻ? ഇവനക്ക് 4 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ആര് തിരഞ്ഞെടുക്കും എന്നൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇഷ്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തന്നെ അവൻ തിരഞ്ഞെടുത്തു. അവൾ ഭയങ്കര പാവമാണ്, അതേപോലെ ഭയങ്കര സ്നേഹവും കരുതലുമാണ്. പിന്നെ അവൾക്ക് എങ്ങനെ എവിടെ സംസാരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ അവൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് കാര്യങ്ങൾ അവൾ തന്നെ ഡീൽ ചെയ്യും. അത്രയും മിടുമിടുക്കിയാണ് അവൾ. അങ്ങനെ അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താ ചെയ്യാം, UK-യിലാണല്ലോ. അടുത്ത നെക്സ്റ്റ് മന്തിൽ വരുമല്ലോ. അപ്പോൾ നോക്കാം. എന്തായാലും പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം അവളോട്. അങ്ങനെയൊക്കെ ആലോചിച്ച് അവൻ ഫുഡെല്ലാം കഴിക്കാൻ ഡൈനിങ് ടേബിൾ വന്നിരുന്നു. അപ്പോൾ ഉമ്മ റസിയും ഉപ്പയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ, പിന്നെ മോന് വയസ്സ് ഒക്കെ ഇത്ര ആയല്ലോ, 10, 30, 35 ആയില്ലേ, ഇനി മാരേജൊക്കെ ആവാലോ, ഇനി എവിടെക്കാം? അതിന് റസിയാൻ്റെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് മതിയല്ലോ ഉമ്മ എൻ്റെ കല്യാണം. എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട ഉമ്മ കല്യാണം, കുറച്ചും കൂടി കഴിയട്ടെ. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? അവൻ വെള്ളം കുടിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് തരിപ്പിൽ കയറിയ പോലെ ആയി.
അവനക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് എൻ്റെ മാലാകപ്പെണ്ണ് ഇവിടെ ഉണ്ട്, അവളെ തന്നെയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഇവന് പെട്ടെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താടാ നീ ഒന്നും മിണ്ടാത്ത? ഏയ് ഒന്നുമില്ലമ്മ, ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്തായാലും റിസിയാൻ്റെ പഠിത്തം ഒക്കെ കഴിയട്ടെ. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, റിസിയ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആര്? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? എവിടെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞു. ഷാജഹാന്റെ കാര്യം എല്ലാവർക്കും അറിയാട്ടോ. റിസിയ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനോടും